ഓഫർ തട്ടിപ്പിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന്റെ പങ്ക് എന്തെന്ന് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്നു. സംസ്ഥാനത്തുടനീളം അനന്തകൃഷ്ണന്റെ പരിപാടികളിൽ ഉദ്ഘാടകനായത് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ എൻ രാധാകൃഷ്ണനായിരുന്നു. സൈൻ എന്ന സംഘടനയുടെ പേരിലായിരുന്നു പരിപാടികൾ നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന പ്രചാരണവും ഉണ്ടായി. അതിനിടെ എൻ രാധാകൃഷ്ണൻ ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണും. എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടനാ മുഖാന്തരമായിരുന്നു എറണാകുളത്തെ കൊച്ചിയിലെ പലരും ഈ തട്ടിപ്പിന്റെ ഭാഗമായത്. രാധാകൃഷ്ണന്റെ പങ്ക് എന്താണ് ഈ തട്ടിപ്പിൽ എന്ന് ചോദിച്ച് കോൺഗ്രസ് അടക്കം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഈ സൈൻ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചിലർക്ക് പണം മടക്കി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് ചെക്കാണ് നൽകിയത്. ഈ പറ്റിക്കപ്പെട്ട ആളുകൾക്ക് ചെക്ക് നൽകിയിരുന്നു. മൂസിന അസു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. മൂസിന, ഇന്നലെ ഇത്തരത്തിൽ ചിലർക്ക് ചെക്കടക്കം കൈമാറിയിരുന്നു സൈൻ എന്ന സംഘടന. അപ്പോൾ രാധാകൃഷ്ണന്റെ പങ്ക് എന്താണ് എന്ന ചോദ്യം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് എന്ത് വിശദീകരണമായിരിക്കും നൽകുക? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സ്നേഹ, പ്രധാനമായും ഇപ്പോൾ ഈ കേസുമായി അറസ്റ്റിലായിരിക്കുന്ന അനന്തകൃഷ്ണനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ എൻ രാധാകൃഷ്ണൻ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു മുഖമായി തന്നെ സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ, ഈ സ്കൂട്ടർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ പരിപാടികളിൽ മുഖമായി നിന്നുകൊണ്ട് ഉണ്ടായിരുന്ന ആളാണ് ഈ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ എൻ രാധാകൃഷ്ണൻ. എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയിൽ ഒരു കേന്ദ്രമന്ത്രിയെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു എൻ രാധാകൃഷ്ണൻ ഇത്തരത്തിലുള്ള പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിരുന്നത്. അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ള കാര്യം എൻ രാധാകൃഷ്ണൻ ഇത്തരത്തിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുക വഴി സാധിച്ചെടുക്കാൻ അനന്തകൃഷ്ണന് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ എൻ രാധാകൃഷ്ണന്റെ സന്നദ്ധ സംഘടനയായ സൈൻ വഴി ധാരാളം പേർക്ക്, നിരവധിയായ ആളുകൾക്ക് പകുതി വിലക്ക് സ്കൂട്ടറുകളും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളും അടക്കം ലാപ്ടോപ്പും അടക്കം വിതരണം ചെയ്യാമെന്നുള്ള രീതിയിൽ ആളുകളിൽ നിന്ന് പണം നിക്ഷേപം സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ, അതായത് വലിയ രീതിയിൽ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് അതായത് ഇനി കൂടുതൽ തനിക്ക് നേരെ ഒരു പരാതി വരുന്നത് ഭയന്നിട്ടാകണം ഒരു പക്ഷേ ഇത്തരം ആളുകൾക്ക്, ഈ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്ന കാര്യം തുടങ്ങി വെച്ചത്. എന്താണെങ്കിലും 13-ാം തീയതിക്കകം പണം തിരികെ നൽകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്ന ചെക്കാണ് എൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അതായത് ഈ സൈനിൻ്റെ ഓഫീസിൽ വെച്ച്, എടപ്പള്ളിയിലെ ഓഫീസിൽ വെച്ച് നൽകിയിരുന്നത്. എന്താണെങ്കിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതായത് 1 വർഷത്തിലധികമായി ഈ അനന്തകൃഷ്ണനുമായി എൻ രാധാകൃഷ്ണന് ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം അതായത് ഈ അനന്തകൃഷ്ണൻ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസ് അടക്കം സ്ഥിരം സന്ദർശകൻ അല്ലെങ്കിൽ ആയിരുന്നു എന്നതടക്കമുള്ള മൊഴികൾ ഉൾപ്പെടെ വരുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ എൻ രാധാകൃഷ്ണനെതിരെ പ്രതി ചേർത്തുകൊണ്ടൊരു കേസോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും പോലീസുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ അത്തരം ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടാകണം ഇത്തരത്തിൽ എൻ രാധാകൃഷ്ണൻ ഈ പണം തിരികെ നൽകുന്ന കാര്യങ്ങളിലേക്ക് കടന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് കൂടിയാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലായിരുന്നു എൻ രാധാകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ എന്ന് വേണം കരുതാൻ. കാരണം ആ തരത്തിൽ തന്നെയായിരുന്നു ഒരു കേന്ദ്ര മന്ത്രി കൂടി പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടികൾ ഉൾപ്പെടെ എൻ രാധാകൃഷ്ണൻ നടത്തിയിരുന്നത് സൈൻ എന്ന സന്നദ്ധ സംഘടന വഴി. അതായത് സ്വന്തം നിലക്കും അതുപോലെ തന്നെ സീഡ് എന്നുള്ള സന്നദ്ധ സംഘടന വഴിയായിരുന്നു അനന്തകൃഷ്ണൻ്റെതെങ്കിൽ സൈൻ എന്ന സംഘടന വഴി എൻ രാധാകൃഷ്ണനും ഇത്തരത്തിലുള്ള പദ്ധതിയുടെ ഭാഗമായി, മാത്രമല്ല ഇവരുടെ എല്ലാം കൂട്ടായ്മയായ NGO കോൺഫെഡറേഷൻ വഴിയും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന ഒരു പദ്ധതിക്ക് വലിയൊരു മുഖമായി നിന്നുകൊണ്ട് തന്നെയാണ്, അതായത് വിശ്വാസ്യത നേടിയെടുക്കുന്ന രീതിയിൽ എൻ രാധാകൃഷ്ണൻ ഇതിൻ്റെ ഒരു മുഖമായി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവതരമായ വിഷയം. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്ന സാഹചര്യത്തിലും മാധ്യമങ്ങളോട് വലിയ രീതിയിൽ പ്രതികരിക്കാനൊന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്താണെങ്കിലും ഈ വൈകിയ വേളയിൽ ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കണ്ട് വിശദീകരണം നൽകും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്കത് വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതിന് ശേഷമാകും എന്താണ് എൻ രാധാകൃഷ്ണന്റെ